എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ അവന്തികയെ ഓർമ്മയുണ്ടോ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ 3-ാം ക്ലാസ്സുകാരി അവന്തികയുടെ അച്ഛനെയും അമ്മയെയും സഹോദരനെയും ഈ മഹാദുരന്തം കവർന്നെടുത്തു. പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയപ്പോൾ അവന്തികയെയും സന്ദർശിച്ചിരുന്നു എന്ന കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. ഇവിടെ മുറിയായെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് കാല് മാത്രം വേദന. അപ്പൊ ഞാൻ നീക്കാൻ നോക്കുമ്പോ മണ്ണുണ്ട് താഴേക്ക് പോണേ. അപ്പൊ എന്റെ മട്ടത്തുണ്ടായ എന്റെ അമ്മന്റെ അമ്മായൊക്കെ വന്നിരുന്നു. അവര് കൊറേ പേരുണ്ടായിരുന്നു. അമ്മൂ അമ്മൂന്ന് വിളിക്കണ്ട്. അപ്പൊ ഞാൻ ആരാ നോക്കുമ്പോ എന്റെ എത്ര അടുത്തുണ്ട് ആള്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഓർത്തെടുക്കുന്നുണ്ട് അവന്തിക ആ മഹാദുരന്ത സമയം. അച്ഛൻ പ്രശോഭ്, അമ്മ വിജയലക്ഷ്മി, സഹോദരൻ അശ്വിൻ എന്നിവരെ ദുരന്തം കവർന്നു. പ്രധാനമന്ത്രി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തി ആശ്വസിപ്പിച്ച കുരുന്നുകളിൽ അവന്തികയും ഉൾപ്പെടും. ഉരുളുപൊട്ടിയ കാര്യങ്ങൾ മാത്രം ചോദിച്ചിട്ടുള്ളൂ. തലയിലൊക്കെ ഇങ്ങനെ സന്തോഷം തോന്നിയ അച്ഛന്റെ സഹോദരന്റെ കുടുംബത്തിനൊപ്പമാണ് അവന്തിക താമസിക്കുന്നത്. സ്വന്തമായി വീടാണ് ആവശ്യം. അതിനായുള്ള നടപടികൾ വേഗത്തിലാക്കണം. ഒരു വീടാണ് ആവശ്യം. ഇപ്പോൾ 10-30 വർഷം ആർഎസ് കമ്പനിയിൽ പണിയെടുത്ത് അതിനൊരു സ്ഥലമായി ഒരു വീട് കെട്ടി, അതും പോയി. 3 മക്കളും പോയി. മുതലല്ലേ വലുത്. എനിക്ക് എത്ര പൈസ കിട്ടിയാലും എൻ്റെ മക്കളെ നഷ്ടം എനിക്ക് നേരൂല. എനിക്ക് മക്കളെ തിരിച്ച് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാ. അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുകയാണ്. സർക്കാർ തരികയാണെങ്കിൽ എൻ്റെ മോളെ ഭാവിക്ക് എന്തെങ്കിലും ആകും. ഇന്ന് നടക്കുന്ന ഹർത്താലിനെ കുറിച്ച് കുടുംബത്തിന്റെ നിലപാട് ഇങ്ങനെ. ഹർത്താലിനെ അനുകൂലിക്കുന്നില്ല. അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് വീട് കിട്ടണം. നമ്മളൊക്കെ ശരിക്കും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണല്ലോ. ഇത്രയും കാലം നീതിയും കാര്യങ്ങളൊക്കെ അടച്ചു പോയത് തോന്നല്ലേ. ശരിക്കും നമുക്ക് അവകാശപ്പെട്ടതാണ്. വീട് എത്രയും പെട്ടെന്ന് കിട്ടണം. സ്വന്തമായി തലചായ്ക്കാൻ ഒരിടം വേണം. അവന്തികയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം അതാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നമ്മുടെ ആശാലത ചോദിക്കുന്നു, നെഗറ്റീവ് സന്ദേശങ്ങൾ മാത്രമേ വായിക്കുകയുള്ളൂ എന്ന് ചോദിക്കുന്നു. ഈ നെഗറ്റീവ് സന്ദേശം മാത്രമല്ല, പോസിറ്റീവ് സന്ദേശം വായിക്കും. എന്നാൽ ചില വിമർശനങ്ങളെ നമ്മൾ ഭയക്കുന്നില്ല എന്നറിയാൻ വേണ്ടി ഞാൻ വായിക്കുന്നു മാത്രമേ ഉള്ളൂ.